വിശുദ്ധ കാതറിൻ 1522 ഫ്ലോറൻസിലെ റിച്ചി എന്ന സമ്പന്ന കുടുംബത്തിൽ ഒരു പ്രഭുവിന്റെ മകളായി ജനിച്ചു. അലക്സാൻഡ്രീന എന്നായിരുന്നു അവളുടെ മാമോദിസ പേര്. ചെറുപ്പത്തിൽ തന്നെ മാതാവിനെ നഷ്ടപ്പെട്ടിരുന്നതിനാൽ വല്യമ്മയുടെ സംരക്ഷണത്തിലാണ് അവൾ വളർന്നത്. 14-ാമത്തെ വയസ്സിൽ ഡൊമിനിക്കൻ ആശ്രമത്തിൽ ചേർന്ന അലക്സാൻഡ്രീന കാതറിൻ എന്ന പേര് സ്വീകരിച്ചു. ആശ്രമത്തിൽ പ്രവേശിച്ച ആദ്യ കാലഘട്ടങ്ങളിൽ ആരോഗ്യം നന്നേ കുറവായിരുന്ന കാതറിനെ ദൈവം അത്ഭുതകരമായി സുഖപ്പെടുത്തി. അന്നു മുതൽ കർത്താവിന്റെ പീഡാനുഭവങ്ങളെക്കുറിച്ച് ധ്യാനിച്ചിരുന്ന കാതറിൻ കഠിനമായ തപക്രിയകൾ അനുഷ്ഠിച്ചു പോന്നു. ആഴ്ചയിലെ മിക്ക ദിവസങ്ങളിലും ഉപവസിച്ചിരുന്ന വിശുദ്ധ സഭാ നിയമം അനുവദിച്ചിരുന്നിടത്തോളം തവണ സ്വശരീരത്തിൽ ചമ്മട്ടി കൊണ്ട് അടിച്ചിരുന്നു. വിശുദ്ധയിൽ വിളങ്ങി നിന്നിരുന്ന എളിമയും അനുസരണവും വിനയവും ആരെയും അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. രോഗികളെയും ദരിദ്രരെയും ശുശ്രൂഷിക്കാൻ കിട്ടിയ ഒരവസരവും അവൾ പാഴാക്കിയിരുന്നില്ല. രോഗികളിൽ തന്റെ ദിവ്യ മണവാളനെ ദർശിച്ചിരുന്ന കാതറിൻ മുട്ടിന്മേൽ നിന്നാണ് അവരെ ശുശ്രൂഷിച്ചിരുന്നത്. കർത്താവിന്റെ പീഡാനുഭവങ്ങളെ സദാ ധ്യാനിച്ചിരുന്ന വിശുദ്ധയ്ക്ക് 12 വർഷത്തോളം എല്ലാ ആഴ്ചയിലും വ്യാഴാഴ്ച ഉച്ച മുതൽ വെള്ളിയാഴ്ച 3 മണി വരെ ഭക്തിപാരാവശ്യമുണ്ടായിക്കൊണ്ടിരുന്നു. ഈ അവസരങ്ങളിൽ കർത്താവിന്റെ പഞ്ചക്ഷതങ്ങൾ വിശുദ്ധയിൽ പതിഞ്ഞിരുന്നു. ഈ അനുഗ്രഹം അവളിൽ കഠിനമായ വേദന ഉളവാക്കി. എന്നാൽ ഈ വേദനയും തപക്രിയകളും പ്രാർത്ഥനകളുമെല്ലാം ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി സന്തോഷത്തോടെ കാതറിൻ കാഴ്ചവെച്ചു. ശുദ്ധീകരണ ആത്മാക്കളോട് അവൾക്കുണ്ടായിരുന്ന സ്നേഹം അധികം താമസിയാതെ ആ നഗരത്തിൽ പ്രസിദ്ധമായി തീർന്നു. അതിനാൽ ആരെങ്കിലും മരിച്ചാൽ അവരുടെ ബന്ധുക്കൾ മരിച്ചുപോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന അപേക്ഷയുമായി വിശുദ്ധയുടെ അടുക്കൽ ഓടിയെത്തിയിരുന്നു. ഓരോ ആത്മാവും ശുദ്ധീകരണ സ്ഥലത്ത് പ്രവേശിക്കുന്ന സമയവും ആത്മാവിന്റെ അവിടെയുള്ള കാലതാമസവും വെളിപാട് മൂലം വിശുദ്ധ അറിഞ്ഞിരുന്നു. പല വിശുദ്ധരുമായി ഈ പുണ്യവതി സംഭാഷണം നടത്തിയിരുന്നതായി പറയപ്പെടുന്നു. ഒരിക്കൽ പ്രാറ്റിലെ മഠത്തിലിരുന്നുകൊണ്ട് റോമിലെ വിശുദ്ധ ഫിലിപ്പ് നേരിയുമായി വിശുദ്ധ സംസാരിച്ചതിന് ദൃക്സാക്ഷികളുണ്ട്. വിശുദ്ധയുടെ ജീവിത പരിശുദ്ധി ശരിയാം വണ്ണം മനസ്സിലാക്കിയിരുന്ന സഭാംഗങ്ങൾ അവളെ ചെറുപ്രായത്തിൽ തന്നെ തങ്ങളുടെ നോവിസ് മിസ്ട്രസ്സായി തിരഞ്ഞെടുത്തു. വെറും 25-ാമത്തെ വയസ്സിൽ വിശുദ്ധ ആജീവനാന്ത മഠാധിപയായി. നീണ്ടകാലം രോഗങ്ങൾ നൽകിയ വേദന ക്ഷമയോടെ സഹിച്ച കാതറിൻ 1589 ഫെബ്രുവരി 2-ാം തീയതി സ്വർഗത്തിലേക്ക് യാത്രയായി. 1746 ബെനഡിക്ട് 14 മാർപ്പാപ്പ കാതറിനെ വിശുദ്ധ എന്ന നാമകരണം ചെയ്തു.